മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ ഇന്ന്. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ ഇന്ന്. മരണം നിന്നെ മൂടിടും മുൻപ്, മരണം നിന്നെ മൂടിടും മുൻപ് രക്ഷകനേശുവിൽ ആശ്രയിക്കാം, രക്ഷകനേശുവിൽ വിശ്വസിക്കാം. മരണം നിന്നെ മൂടിടും മുൻപ്, മരണം നിന്നെ മൂടിടും മുൻപ് രക്ഷകനേശുവിൽ ആശ്രയിക്കാം, രക്ഷകനേശുവിൽ വിശ്വസിക്കാം. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ ഇന്ന്. മനുഷ്യരെ ഭരിച്ചിടുന്നു, പാപം മരണത്തിലേൽപ്പിക്കുന്നു. പാപം മനുഷ്യരെ ഭരിച്ചിടുന്നു, പാപം മരണത്തിലേൽപ്പിക്കുന്നു. പാപത്തെ നീക്കുക മനുകുലത്തിൽ മാനവനേശു ക്രൂശിതനാ. പാപത്തെ നീക്കുവാൻ മനുകുലത്തിൽ മാനവനേശു ക്രൂശിതനാ, മാനവനേശു ക്രൂശിതനാ. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ ഇന്ന്. നിന്റെ തിന്മയെല്ലാം നല്ലവനാ ഇനി നീ ജീവിക്കുമോ. അള്ളുക നിന്റെ തിന്മയെല്ലാം നല്ലവനാ ഇനി നീ ജീവിക്കുമോ. നല്ലവനേശു വല്ലഭനാ വന്നിടും വേഗം നിന്നെ ചേർത്തിടുവാൻ. നല്ലവനേശു വല്ലഭനാ വന്നിടും വേഗം നിന്നെ ചേർത്തിടുവാൻ, വന്നിടും നിന്നെ ചേർത്തിടുവാൻ. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ ഇന്ന്. മരണം നിന്നെ മൂടിടും മുൻപേ, മരണം നിന്നെ മൂടിടും മുൻപേ രക്ഷകനേശുവിൽ ആശ്രയിക്കാം, രക്ഷകനേശുവിൽ വിശ്വസിക്കാം. മരണം നിന്നെ മൂടിടും മുൻപേ, മരണം നിന്നെ മൂടി
രക്ഷകനേശുവിൽ ആശ്രയിക്കാം, രക്ഷകനേശുവിൽ വിശ്വസിക്കാം. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീ എന്ന്. ായി ഉച്ചഭാഷയുടെ ശ്രദ്ധാപരിധികൾക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ സാശ്രദ്ധയും ശ്രവിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ തിരുവോരത്ത് ഈ പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത ദൈവസ്നേഹവുമായി ബഹുമാന്യരായിരിക്കുന്ന താങ്കളെ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവോരത്ത് ഇങ്ങനെയുള്ള ഒരു പ്രഭാഷണങ്ങൾ നടക്കുന്നത് എന്തിനാണ്? സാമൂഹ്യമായിരിക്കുന്ന നന്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ടും മനുഷ്യ ജീവിതത്തിങ്കിൽ സമാധാനങ്ങളും മനുഷ്യ ജീവിതത്തിങ്കിൽ പ്രത്യാശ നിറഞ്ഞ ജീവിതങ്ങളും നയിക്കുവാൻ ഒരു പ്രാപ്തരാക്കുന്ന സുവിശേഷത്തിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നതും ബഹുമാന്യരായിരിക്കുന്ന താങ്കളെ അഭിസംബോധന ചെയ്യുന്നതും. ഒരു കാലത്ത് ഞങ്ങൾ വീടിനും വീട്ടുകാർക്കും ദേശത്തിനും കൊള്ളാത്ത മനുഷ്യരായി ഞങ്ങൾ ജീവിച്ച ഒരു ജീവിതകാലങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തെങ്കിൽ വീടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശത്തിനും ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീർന്നത് സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ വീടുകളിലും വീടുകളിലും എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം മുഖാന്തരം വലിയ മാറ്റങ്ങളാണ് വന്നുചേർന്നത്. സമൂഹത്തിലും നിരവധിയായ തിന്മകൾ ഇന്നും നിലനിൽക്കുകയാണ്. സാമൂഹ്യ തിന്മകളെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെ, ശ്രവണ മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ തിന്മകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. സമൂഹത്തിൽ നിലകൊള്ളുന്നതായ ഈ തിന്മകളെ ആർക്ക് നീക്കുവാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. ഈ സാമൂഹ്യ തിന്മകളെ നീക്കുവാൻ കഴിയുന്ന ഒന്നുണ്ട്, അത് സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾക്ക് മനുഷ്യനിലെ തിന്മകളെ നീക്കുവാൻ പ്രാപ്തമായതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് സുവിശേഷ സന്ദേശം എന്ന് പറഞ്ഞാൽ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും പാപമോചനത്തിന്റെയും രക്ഷയുടെയും മരണത്തിനും അപ്പുറമുള്ള മനുഷ്യ ജീവിതത്തെ എന്ത് എന്ന മനുഷ്യനെ പഠിപ്പിക്കുന്ന സന്ദേശം കൂടിയാണ് ഈ സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഈ സന്ദേശങ്ങൾ ആരെല്ലാം തങ്ങളുടെ ജീവിതത്തിങ്കിൽ കൈക്കൊണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജീവിതത്തിങ്കിൽ വലിയ മാറ്റങ്ങളാണ് ഈ സുവിശേഷം മുഖാന്തരം വന്നു ചേർന്നിരിക്കുന്നത്. ഇത് രൂപാന്തരത്തിന്റെ ഒരു പാത കൂടിയാണ്. മനുഷ്യനിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ആരാലാണ് ഈ മനുഷ്യനിൽ മാറ്റങ്ങൾ വരുന്നത് എന്നതും ചിന്തനീയമായ കാര്യമാണ്. എന്നാൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്നേഹിതർക്കോ മാതാപിതാക്കന്മാർക്കോ ഭാര്യയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ മറ്റാർക്കും തന്നെയും മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയാതെ അവരെല്ലാം ആ മേഖലകളിൽ നിസ്സഹായരായി തീർന്നിരിക്കുന്ന സാഹചര്യങ്ങളില് സുവിശേഷ സന്ദേശങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചാൽ, ആ മനുഷ്യൻ ആ സുവിശേഷത്തെ കൈക്കൊണ്ടാല് മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനാൽ മാറ്റങ്ങൾ വന്നു ചേരുകയുണ്ടാകുന്നുണ്ട്.
ആ മാറ്റം വരുത്തുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യനിൽ തിന്മകളെ തടയുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. സമൂഹത്തില് നിലകൊള്ളുന്ന തിന്മകൾ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന തിന്മകളെ നീക്കി മാറ്റി മനുഷ്യനെ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള ശക്തമായ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഈ ഉലകത്തിൽ ഇതിന് തുല്യമായ ഒരു സന്ദേശമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും ഈ സുവിശേഷം അറിയിപ്പിൽ സകല മനുഷ്യരും ഈ സുവിശേഷം കേൾക്കണമെന്ന് ബൈബിൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. മനുഷ്യനിൽ മാറ്റമുണ്ടാകുമാറാകണം. എന്ത് മാറ്റമാണ്? പാപത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തെങ്കിൽ മാറ്റമുണ്ടായ മനുഷ്യന്റെ ജീവിതത്തെങ്കിൽ സമാധാനങ്ങൾ പ്രാപിക്കപ്പെടുവാനിടയായി തീരും. ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ഒരു മനുഷ്യൻ കൈക്കൊണ്ടാൽ, ഒരു പക്ഷേയെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ കൈക്കൊണ്ട തങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്നും പരിപൂർണമായിരിക്കുന്ന മോചനങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നത്. ചില നാളുകൾക്ക് മുമ്പ് 2023 ചേർത്തലയിൽ സംഭവിച്ച ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വന്നു ഞാൻ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ട് 6 മാസമേ ആയുള്ളൂ. 6 മാസത്തിന് ഉള്ളില് ഭർത്താവ് ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയുണ്ടായി. ആ കുറ്റത്തെ ആ മനുഷ്യൻ ഏറ്റുപറഞ്ഞപ്പോൾ പറയുന്നത്, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, ജീവിതം തകർന്നിരിക്കുന്നു. തകർന്നുപോയ ഒരു മനുഷ്യന് ആ തകർച്ചകളില്, ആ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അവന് വഹിക്കുവാൻ കഴിയാതെ ചെയ്തൊരു ക്രിയയാണ്, ചെയ്തൊരു കൊലപാതകമാണ്. എന്താണ്? മനസ്സ് തകർന്നുപോയി, പ്രതീക്ഷകൾ തകർന്നുപോയി. കയ്യിൽ നിന്നും മൺകുടം താഴെ വീണ് ഉടഞ്ഞു വീഴുന്നത് പോലെ ആ മനുഷ്യന്റെ കുടുംബ ജീവിതങ്ങൾ തകരുവാനിടയായി തീർന്നു. മനസ്സ് തകർന്നുപോയ മനുഷ്യന് ഒരു കൊലപാതകത്തിന് കുറ്റക്കാരനായി തീരുകയുണ്ടായി. മനസ്സ് തകർന്നുപോയി. ഈ സഭവരുതൽക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ ശ്രമിക്കുന്ന പ്രിയ സ്വഭാവേ, ജീവിതത്തിന്റെ തകർച്ചകളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് തകർച്ചകളിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ ഈ സുവിശേഷത്തിന് കഴിയും, യേശു ക്രിസ്തുവിന് കഴിയുമെന്നത് സംശയരഹിതമായിരിക്കുന്ന കാര്യങ്ങളാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് അവന്റെ ചെറുപ്രായം മുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. തന്റെ വീട്ടിലെ തന്റെ പിതാവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ ഉപദ്രവിക്കുന്നത് അവൻ ചെറുപ്രായം മുതൽ കണ്ടതാണ്. അങ്ങനെയാണ് അവൻ വളർന്നത്. ആ മകൻ വളർന്ന് വിവാഹിതനായി അവൻ തന്റെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. നല്ലൊരു കുടുംബജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ച ആ മനുഷ്യന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ കൊണ്ട്, മാനസിക തകർച്ചകൾ കൊണ്ട് മദ്യപാനത്തിൽ ആശ്രയിക്കുകയുണ്ടായി. തന്റെ പിതാവ് വീട്ടിൽ മദ്യപിച്ച് വന്ന അമ്മയെ ഉപദ്രവിക്കുന്നതാണ് ആ മകൻ കണ്ടിട്ടുള്ളത്. ഈ മകനും കുടുംബജീവിതത്തിങ്കിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ മാനസിക തകർച്ചകളിൽ അവനും മദ്യപാനിയായി തീരുകയും ഭാര്യയെ അമ്മയെയും ഉപദ്രവിക്കാൻ തുടങ്ങിയുണ്ടായി. ആ അമ്മയുടെ അവസ്ഥ ശ്രദ്ധിച്ച് തന്റെ ഭർത്താവ് തന്നെ മദ്യപിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുന്നു. ഇപ്പോൾ ഇതാ മകനും മദ്യപിച്ചിട്ട് വന്ന തന്നെ ഉപദ്രവിക്കുകയാണ്. എന്തൊരു ദയനീയമായിരിക്കുന്ന സ്ഥിതിയാണ്. മനസ്സ് തകർന്നുപോയ മനുഷ്യന് ഇന്ന് പകൽ ഈ ശബ്ദപരിധികൾക്കുള്ളിൽ തങ്ങൾ മദ്യത്തിന്റെ അടിമയായി മനസ്സ് തകർന്ന ഒരു വ്യക്തിയാകുന്നുവോ? നിങ്ങളെ രക്ഷിപ്പാൻ, രക്ഷപ്പെടുവാൻ നിങ്ങൾ ഒരു പക്ഷേ പലതും ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മദ്യത്തിന്റെ ആ ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകി തരും യേശു ക്രിസ്തുവെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുവാനിടയായി തീരും. അപ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് തകർച്ചകളിൽ നിന്നും, മനം തകർന്നിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സന്ദർഭങ്ങളിലും, കുടുംബജീവിതമാകാം, വ്യക്തിപരമായിരിക്കുന്ന ജീവിതമാകാം, ജോലി മേഖലകളിലാകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചവരായിരിക്കുന്ന ദൈവം താങ്കളെ രക്ഷിപ്പാൻ ശക്തരായതുകൊണ്ടാണ് ഈ തെരുവോരത്ത് നിന്ന് ഞങ്ങൾ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷ കരഗതമായി തീരണമെന്ന ആഗ്രഹത്തിലാണ്.
പ്രയാസത്തിലും പ്രതിസന്ധികളിലും കൂടെ കടന്നു പോകുന്ന നിരവധി മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്. അവരഭിമുഖീകരിക്കുന്ന പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുവില് അവരോടുകൂടെ പലരും ഉണ്ടാകും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നോടുകൂടെ പലരും ഉണ്ടാകുമെന്ന് ചിന്തിച്ച പലരുമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പറയുന്ന ഒരു അനുഭവം ഉണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നോട് കൂടെ പലരും നിൽക്കുമെന്ന് കരുതി, പക്ഷേങ്കിൽ ആരുമില്ല. ആ അനുഭവങ്ങളിൽ അനേക മനുഷ്യരുണ്ട്. അവരും ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ തകർന്നുപോയ അനവധി മനുഷ്യരുണ്ട്. സമാധാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക മനുഷ്യരുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിലും വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. പലരും താങ്കളെ ഉപേക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് തെരുവോരത്തിൽ നിന്ന് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പലരും താങ്കളെ ഉപേക്ഷിച്ചപ്പോൾ താങ്കളെ ഉപേക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കുവാൻ ശക്തനായ ഒരുവനുണ്ട്. അനേകർ തങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ്, എന്റെ ജീവിതത്തെ ആ കാലത്തില്, ആ കാലഘട്ടങ്ങളില് നേരായ ഒരു പാത, നേരായ ഒരു വഴി എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നു എങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ തകരുകയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അവരുടെ ജീവിതത്തെ നയിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഉപദേശങ്ങളെ പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിതത്തിന് മുമ്പിൽ കൈപിടിച്ചൊന്ന് നടത്തുവാൻ ഒരാളില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് മകൾ വിളിച്ചു പറയുവാൻ കഴിയും, താങ്കളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിങ്ങളെ രക്ഷിപ്പാൻ, താങ്കളെ രക്ഷിപ്പാൻ ഒരു നായകനായിട്ട് നിങ്ങളുടെ കൈപിടിച്ച് നടത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ കൈപിടിച്ച് നടത്തുവാൻ ഒരുവനുണ്ട്. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. അവനാണ് ഈ രക്ഷകരായിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് മകൾ കാതുകളിൽ എത്തിച്ചേരുന്നത്. ഇത് രക്ഷയുടെ സന്ദേശം കൂടിയാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ ഉപദേശങ്ങളും ഇതിന്റെ സന്ദേശങ്ങളും കേട്ട ഒരുപാട് മനുഷ്യരിൽ മാറ്റമുണ്ടായപ്പോൾ കൊലപാതകരായ മനുഷ്യരുണ്ട്. റെലി ജോർജ ആ ഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ്. കരിക്കൻ വില്ലേ കൊലപാതകം നടത്തിയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. മനുഷ്യ ജീവിതത്തിൽ കുടികൊള്ളുന്ന ദുർനടപ്പുകളുണ്ട്, ദുർപാപങ്ങളുണ്ട്. ആ പാപത്തിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന്, ദുർസ്വഭാവങ്ങളിൽ നിന്ന്, ഒട്ടനവധിയായ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യന് മോചനങ്ങൾ പ്രാപിക്കപ്പെടുവാൻ കഴിയാതിരുന്നപ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ കേട്ട മനുഷ്യനിൽ മാനസാന്തരം ഉണ്ടാകുകയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാനും ഇടയായി തീർന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ഏത് കഠിന ഹൃദയനാകുന്നുവെങ്കിലും സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഉലകത്തിലെ ഏക സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷ സന്ദേശമാണ്. അപ്പൊ സമൂഹത്തിൽ തിന്മകളുണ്ട് എങ്കിൽ, വ്യക്തികളിൽ തിന്മകളുണ്ട് എങ്കിൽ, കുടുംബങ്ങളിൽ അസമാധാനമുണ്ട് എങ്കിൽ, കുടുംബങ്ങളിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ, വ്യക്തികൾ പ്രതിസന്ധികളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. താങ്കളെ രക്ഷിപ്പാൻ ഒരുവനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തു ഈ സമൂഹത്തിന് രക്ഷ നൽകുന്നവനാണ്. അവൻ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് ദൂതനോട് പറയുന്നത്, യേശുവിന്റെ അമ്മയോട് അപ്പനോട് ഒരിക്കൽ ദൂതൻ വന്ന് പറഞ്ഞൊരു വാക്ക്, അവന് പേരിടുമ്പോൾ യേശു എന്ന് പേരിടണം. ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദത്തിന്റെ അർത്ഥം യേശു എന്ന് പറഞ്ഞ രക്ഷകൻ എന്നാണ്. രക്ഷ എന്ന് പറയുന്ന പദം നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരു വഴി യാത്രയിൽ ഒരു വണ്ടി അപകടമുണ്ടായി. കാഴ്ചക്കാരായിരിക്കുന്ന മനുഷ്യര് ഓടി വന്ന അപകടത്തിൽപ്പെട്ട ആ മനുഷ്യരെ രക്ഷിക്കുന്നു. അത് രക്ഷയാണ്. മാരകമായിരിക്കുന്ന രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യന്, ആ മനുഷ്യന് നല്ല
വൈദ്യ ചികിത്സ ലഭിക്കുമ്പോൾ തന്മുഖാന്തരം ആ രോഗത്തിൽ നിന്നും രക്ഷയുണ്ടാകുന്നത് അത് രക്ഷയാണ്. മനസ്സിനാൽ തകർച്ച അനുഭവിച്ച പലരും പല ട്രീറ്റ്മെന്റുകളിലൂടെ രക്ഷപ്പെടുന്നു, അതും ഒരു രക്ഷയാണ്. പക്ഷെങ്കിൽ ഞാനിവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ചാണ്. മനുഷ്യൻ പാപിയാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. പാപിയാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. സകല മനുഷ്യന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയത് പാപമുഖാന്തരമാണ്. പാപമുഖാന്തരം ഏകസത്യ ദൈവമായിരിക്കുന്ന യഹോവയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ ലോകത്തിലേക്ക് മരണവും പാപവും കടന്നു വന്ന മനുഷ്യൻ പാപിയായി തീർന്നു. സകല മനുഷ്യരും പാപിയാകുന്നു. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന വേദപുസ്തകം പറയും. സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. യേശുക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു ജാതിയുടെ ദൈവമല്ല, ഒരു ജനവിഭാഗത്തിന്റെ ദൈവമല്ല, സകല മനുഷ്യന്റെ ദൈവമാകും. അപ്പൊ സകല മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിങ്കൽ മരിച്ചത്. സകല മനുഷ്യനും പാപിയാകുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുമ്പോൾ ആ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. പാപ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനങ്ങൾ നഷ്ടമാക്കുന്നു. പാപ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യാശകൾ നഷ്ടമാക്കുന്നു. പാപ മനുഷ്യന്റെ ജീവിതത്തിൽ അസമാധാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചപ്പോൾ ആ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നത്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പാപം പരിഹരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയും. യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും ഏത് മനുഷ്യനും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ലോകമെല്ലാം അംഗീകരിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നത് ലോകമെല്ലാം അംഗീകരിക്കുന്നു. എങ്ങനെയാണ് ലോകമെല്ലാം അംഗീകരിക്കുന്ന? ലോക ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. BC എന്നും AD എന്നും ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്ന ലോകം തന്നെ അത് വിളിച്ചു പറയുകയാണ്. ഒരു ജനനത്തിങ്കൽ ഒരുപക്ഷെ താങ്കൾ അറിയാതെ തന്നെ എഴുതിപ്പോകുകയാണ്, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് ഇത്രാം വർഷമാണ് ഞാൻ ജനിച്ചതെന്നും ഇത്രാം മാസം ഇത്രാം തീയതിയാണ് ജനിച്ചത് എന്ന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വിവാഹ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇത്രാം വർഷം ഇന്ന മാസം ഇന്ന തീയതിയിൽ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. ഒരു മരണ രജിസ്റ്റർ ശ്രദ്ധിക്കുക, അതിലും കുറിക്കപ്പെട്ടിരിക്കുന്നു ഇത്രാം വർഷം ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന ആള് മരിച്ചിരിക്കുന്നു. ലോകം അറിഞ്ഞോ അറിയാതെ ഒക്കെ അത് അംഗീകരിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഏത് മനുഷ്യനും അംഗീകരിക്കുകയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്ന്. ഈ ലോകത്തിൽ വന്നിരിക്കുന്ന അനേക ജനകോടികളില് രാജ്യം കീഴടക്കിയവരുണ്ട്, യുദ്ധ തന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അതിശയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ പോലെ അല്ലായിരുന്നു യേശുക്രിസ്തു. സകല മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ സ്വർഗത്തിന്റെ മഹിമ വിട്ട് ഈ താണ ഭൂമിയിൽ വന്ന സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഏക രക്ഷകനാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ കർത്താവും
രക്ഷകനുമായി സ്വീകരിക്കുന്ന ഒരു ദൈവബോധത്തിൽ ഒരു വ്യക്തിയുടെ പാപത്തിന് മോചനങ്ങളും ജീവിതത്തിൽ രക്ഷയും പ്രാപിക്കപ്പെടുവാൻ ഈ സുവിശേഷ സന്ദേശങ്ങൾ ഈ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും മരണത്തിനപ്പുറവുമുള്ള ഈ സുവിശേഷ സന്ദേശങ്ങൾ ജീവിതത്തിൽ സമാധാനങ്ങളും രക്ഷയും ജീവിതത്തിൽ ആശ്വാസങ്ങളും നൽകി തരുന്നതാണ് ഈ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ദൈവമകനാകുവാൻ ദൈവമകളാകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഈ ശബ്ദപരിധികൾക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ ശ്രമിച്ച എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും ഓർത്ത സ്തോത്രം ചെയ്യും. വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണം.